നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷക്കാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നുവെന്ന് ചിലരും, രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രന്മാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലർ പറഞ്ഞു. അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽക്കാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്നവരോട് ചോദിച്ചു. അതിനവർ ഒരു വാക്കും പറയുവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ചു കളക. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കിക്കൊടുപ്പേൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പേൻ. അതിനവർ, ഞങ്ങൾ അവ മടക്കിക്കൊടുക്കാം, ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ നിന്ന് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞു. ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവ്വസഭയും ആമീൻ എന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാന പ്രകാരം പ്രവർത്തിച്ചു. ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്തശ്ശ രാജാവിൻ്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവൻ്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കെൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ മതിലിൻ്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എൻ്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു. യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്കൊരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിൽ ഒരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം. എന്നാൽ ഞാൻ മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗേഷേമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേഷേമും എൻ്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം ഓനോ സമഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നാൽ ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുക്കൽ ആളയച്ചു. ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം എൻ്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു.
അതിൽ എഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്തെ വർത്തമാനം. യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട്. ഗഷ്മുവും അങ്ങനെ പറയുന്നു. രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അതിന് ഞാൻ അവൻ്റെ അടുക്കൽ ആളയച്ചു. നീ പറയുന്നത് പോലെയുള്ള കാര്യം ഒന്നും നടക്കുന്നില്ല. അത് നീ സ്വമേധയാ സങ്കല്പിച്ചതാകുന്നു എന്ന് പറയിച്ചു. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് അവർ അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പിന്നെ ഞാൻ മെഹദബേലിൻ്റെ മകനായ ദലായാവിൻ്റെ മകൻ ഷെമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിൽ മന്ദിരത്തിനകത്ത് കിടന്ന് വാതിൽ അടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവൻ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സമ്പല്ലത്തും അവന് കൂലി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നവോദ്യ എന്ന പ്രവാചകയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തയക്കുകയും തോബിയാവിൻ്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹിൻ്റെ മകനായ ശഖന്യാവിൻ്റെ മരുമകൻ ആയിരുന്നതുകൊണ്ടും അവൻ്റെ മകൻ യോഹന്നാൻ ബെരഖ്യാവിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകളെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ടും യഹൂദയിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവൻ്റെ ഗുണങ്ങളെ എൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എൻ്റെ വാക്കുകളെ അവൻ്റെ അടുക്കൽ ചെന്നറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവ് എഴുത്ത് അയച്ചുകൊണ്ടിരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം. എന്നാൽ മതിൽ പണിത് തീർത്ത് കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതക് അടച്ച് അന്താഴം ഇടുവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരെ താന്താൻ്റെ കാവൽ സ്ഥലത്തും താന്താൻ്റെ വീട്ടിന് നേരെയുമുള്ള നിർത്തി കൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവും ആയിരുന്നു. വീടുകൾ പണിതിരുന്നില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറേ, ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതിക്കേണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട യെരൂശലേമിലേക്കും യഹൂദയിലേക്കും താന്താൻ്റെ പട്ടണത്തിലേക്കും മടങ്ങി വന്നവരായ ദേശനിവാസികൾ. ഇവർ സെരൂബേൽ, യേശുവ, നെഹമ്യാവ്, അസര്യാവ്, രയമ്യാവ്, നഹമാനി, മൊർദെഖായി, ബിൽഷാൻ, മിസ്പരേത്ത്, ബിഗ്വായി, നെഹൂം, ബയന എന്നിവരോട് കൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്: പാരൂഷിൻ്റെ മക്കൾ 2172, ഷെഫത്യാവിൻ്റെ മക്കൾ 372, ആരഹിൻ്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിൻ്റെയും മക്കളിൽ പഹത്ത് മോവാബിൻ്റെ മക്കൾ 2818, ഏലാമിൻ്റെ മക്കൾ 1154, സദൂമിൻ്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അസ്കാദിൻ്റെ മക്കൾ 2322, അദോനിക്കാമിൻ്റെ മക്കൾ 667, ബിഗ്വായിയുടെ മക്കൾ 2067, ആദീൻ്റെ മക്കൾ 655, ഹിസ്കിയാമിൻ്റെ സന്തതിയായി ആദേരിൻ്റെ മക്കൾ 98, ആശൂമിൻ്റെ മക്കൾ 328,
ബേസായിയുടെ മക്കൾ 324, ഹാരീഫിൻ്റെ മക്കൾ 112, ഗിബയൂന്യർ 95, ബെത്ലഹീമ്യരും നെതോഫാത്യരും കൂടെ 188, അനാദോത്യർ 128, ബേത്ത് അസ്മാവേത്യർ 42, കിരീത്ത് യെയാരീം, കെഫീര, ബെയേറോത്ത് എന്നിവയുടെ നിവാസികൾ 743, രാമക്കാരും ഗേബക്കാരും 611, മിഗ്മാസ് നിവാസികൾ 122, ബദേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോദ്വിലെ നിവാസികൾ 52, മറ്റേ ഏലാമിലെ നിവാസികൾ 1284, ഹാരീമിൻ്റെ മക്കൾ 320, എലിഹോ നിവാസികൾ 345, ലോദിയെയും ഹാദീദിലെയും ഓനോവിലെയും നിവാസികൾ 721, സേനയ നിവാസികൾ 3930, പുരോഹിതന്മാർ യേശുവയുടെ ഗൃഹത്തിലെ യദായാവിൻ്റെ മക്കൾ 973, ഇമ്മേരിൻ്റെ മക്കൾ 1052, പഖൂരിൻ്റെ മക്കൾ 1247, ഹാരീമിൻ്റെ മക്കൾ 1017, ലേവ്യർ ഓദേബയുടെ മക്കളിൽ കദ്ദീമേലിൻ്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ ആസാഫ്യർ 148, വാതിൽ കാവൽക്കാർ ശലൂമിൻ്റെ മക്കൾ, ആദേരിൻ്റെ മക്കൾ, തൽമോൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോഭായുടെ മക്കൾ ആകെ 138, ദേവാലയ ദാസന്മാർ സീഹിയുടെ മക്കൾ, അസൂഫയുടെ മക്കൾ, തബ്ബായോത്തിൻ്റെ മക്കൾ, കേറൂസിൻ്റെ മക്കൾ, സിയായുടെ മക്കൾ, പാദോൻ്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, സൊൽമായിയുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദയാലിൻ്റെ മക്കൾ, ഗാഹറിൻ്റെ മക്കൾ, രയ്യാവിൻ്റെ മക്കൾ, റസീൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഹസാമിൻ്റെ മക്കൾ, ഉസ്സയുടെ മക്കൾ, പാസയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, മെയ്യൂന്യരുടെ മക്കൾ, സെഫാത്യരുടെ മക്കൾ, ബക്ബുക്കിൻ്റെ മക്കൾ, ഫക്കൂഫയുടെ മക്കൾ, ഹർഹൂഷിൻ്റെ മക്കൾ, ബസ്രീത്തിൻ്റെ മക്കൾ, മെഹീദിയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിൻ്റെ മക്കൾ, സീസറയുടെ മക്കൾ, തേമഹിൻ്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോൻ്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫേരത്തിൻ്റെ മക്കൾ, പെരീദിയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോഷിൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ഷഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിമിൻ്റെ മക്കൾ, പോക്കെ, റെത്സയാദിൻ്റെ മക്കൾ, ആമോൻ്റെ മക്കൾ. ദേവാലയദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽ മേരഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രയേലിൽ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദബിയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, അക്കോസിൻ്റെ മക്കൾ, ഗിലെയാദ്യനായ ബർസിലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. അവർ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഊറിമും തുമ്മീമും ഉള്ളൊരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്നും ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 40,360 പേരായിരുന്നു. അവരുടെ ദാസ്യദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയ ദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായി
സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നേർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളെ ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്ത് മത്തിഥ്യാവ്, ഷേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസയാവ് എന്നിവരും ഇടതുവശത്ത് പെദായാവ്, മിഷായേൽ, മൽക്കിയാവ്, ഹാഷും, ഹഷ് ബദ്ദാന, സക്കറിയാവ്, മിഷുല്ലാം എന്നിവർ നിന്നു. എസ്ര സകല ജനവും കാൺകെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമീൻ ആമീൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ഷെരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബദ്ദായി, ഹൂദിയാവ്, മയസയാവ്, കെലീദ, അസര്യാവ്, യോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ഇസ്രായേലും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരകിയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനം മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ചു കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റേന്നാൾ സകല ജനത്തിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിൽ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണം എന്നെഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്നുകൊമ്പ്, ഈന്തുമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവിൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരൂശലേമിലും അറിയിപ്പ് പ്രസിദ്ധമാക്കണമെന്ന് എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താന്താൻ്റെ വീടിൻ്റെ മുകളിലും മുറ്റത്തും ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കലെ വിശാല സ്ഥലത്തും എഫ്രയീം വാതിൽക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂൻ്റെ മകനായ യേശുവയുടെ കാലം മുതൽ അന്നു മുതൽ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു.